ഹായ് ഓൾ, വെൽക്കം ടു താഹു CS മന്ത്ര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സി പ്രോഗ്രാമിലേക്ക് കടക്കാണ്. നമ്മൾ ഇതിന് മുന്നേ ഉള്ള 2 വീഡിയോയിൽ ജസ്റ്റ് കുറച്ച് തിയറീസ് ആയിരുന്നു പറഞ്ഞത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്, പിന്നെ സിന്റെ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഡയറക്റ്റ് ഒരു സി പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ സിന്റെ കുറച്ച് ഫണ്ടമെന്റൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ സി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളായിരിക്കും ഉള്ളത്. ഒന്ന് ഫംഗ്ഷനും ഒന്ന് വേരിയബിൾസും. അപ്പൊ നമ്മുടെ സി പ്രോഗ്രാം എന്ന് പറയുന്നത് കമ്പോസ്ഡ് ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് വേരിയബിൾസ് ആയിരിക്കും. ഓക്കെ, ഇതിൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്ലോക്ക് ആയിരിക്കും. ബ്ലോക്ക് മീൻസ് കുറെ കമാൻഡ്സ് കാണും. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ കമാൻഡ്സ് ചെയ്യുന്നതായിരിക്കും ഫംഗ്ഷൻസ്. അത് നമുക്ക് ബ്ലോക്ക് എന്ന് പറയാം. ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിന് സ്റ്റാർട്ട് ചെയ്യാൻ ലെഫ്റ്റ് ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാൻ റൈറ്റ് ബ്രേസ് ഇടും. ഇതിനിടയ്ക്ക് നമ്മൾ കുറെ കമാൻഡ്സ് ഉണ്ടാകും. ഈ കമാൻഡ്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് ആയിരിക്കും. അതാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് വേരിയബിൾസ്. വേരിയബിൾസ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ഡേറ്റയെ അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻസും വേരിയബിൾസും ഇനി അങ്ങോട്ട് നമ്മൾ സി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. നമ്മുടെ സിയിൽ മെയിൻ ആയിട്ടും എന്തൊക്കെയാണുള്ളത്? ഫംഗ്ഷൻസും വേരിയബിൾസും. ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കുറെ കമാൻഡ്സ് ചേർന്നിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾസിനെ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഫംഗ്ഷൻസ് ആണെങ്കിലും വേരിയബിൾസ് ആണെങ്കിലും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ രണ്ടുപേരെയും ഡിക്ലെയർ ചെയ്തിരിക്കണം. നമ്മൾ ഫംഗ്ഷൻസിനെ ആണെങ്കിലും വേരിയബിൾസിനെ ആണെങ്കിലും ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ അതിനെ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആണ്. ഓക്കെ, ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്ന് നേരത്തെ മുൻകൂട്ടി പറഞ്ഞു വെച്ചേക്കണം. എന്നാലേ കമ്പൈലർ നമ്മുടെ പ്രോഗ്രാം എടുത്ത് കൺവേർട്ട് ചെയ്യാൻ വരുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സി പ്രോഗ്രാമിലേക്ക് വരാം. നിങ്ങൾ എവിടെ ഇപ്പം സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു സി പ്രോഗ്രാം എന്ന് പറയുന്നത് ഹലോ വേൾഡ് സി പ്രോഗ്രാം ആണ്. ഞാനപ്പോ അതിന് മാറ്റൊന്നും വരത്തില്ല. നമുക്ക് ഹലോ വേൾഡ് പ്രോഗ്രാം വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനകത്തുള്ള ഓരോ ലൈൻസും എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് നമ്മളുടെ സി പ്രോഗ്രാം. അതിന് ഞാൻ hello.c എന്ന് പറഞ്ഞിട്ടാണ് പേര് കൊടുത്തിരിക്കുന്നത്. നിങ്ങളപ്പം നിങ്ങളുടെ സിസ്റ്റത്തിൽ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കോഡ് കൊടുക്കുക. അതിന് സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും .c എക്സ്റ്റൻഷൻ കൊടുക്കാൻ മറക്കരുത്. കാരണം സി പ്രോഗ്രാമിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് .c വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഫയൽ നെയിം എന്തും കൊടുക്കാം. പക്ഷേ അതിന്റെ ഫയൽ നെയിമിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് സി എന്തായാലും മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. അപ്പൊ ഇതാണ് എന്റെ hello.c എന്ന് പറഞ്ഞിട്ടുള്ള ഫയല്. അതിനകത്തുള്ള പ്രോഗ്രാം ആണ് ഇത്. നമുക്കിനി ഇതിനകത്ത് ഓരോ ലൈനും എടുത്ത് എന്താണ് ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമ്മുടെ hello.c ഫയലില് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? 2 സ്ലാഷ് ഇട്ടിട്ട് ഹലോ വേൾഡ് പ്രോഗ്രാം എഴുതിയേക്കാണ്. നമ്മുടെ ഈ 2 സ്ലാഷ് ഇട്ട് നമ്മൾ എഴുതുന്ന ഇതിനെ പറയുന്നതാണ് കമന്റ്സ് എന്ന്. ഓക്കെ, നമ്മുടെ സി പ്രോഗ്രാമില് കമന്റ്സ് നമുക്ക് 2 രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ സ്ലാഷ് ഇട്ട് കമന്റ്സ് എഴുതാം. ഇതിന് നമ്മൾ സിംഗിൾ ലൈൻ കമന്റ് എന്ന് പറയും. പിന്നെ മൾട്ടി ലൈൻ കമന്റ് ഉണ്ട്. അത് സ്ലാഷ് സ്റ്റാറിൽ തുടങ്ങി നമ്മുടെ കമന്റ്സ് എഴുതുക, സ്റ്റാർ സ്ലാഷിൽ എൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഈ കമന്റ്സ് നമ്മൾ എന്തിനാണ് സി പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ കോഡ് എഴുതുന്ന ആൾക്ക് അല്ലെങ്കിൽ കോഡ് പിന്നീട് യൂസ് ചെയ്യുന്ന ആൾക്ക് ഈ പ്രോഗ്രാം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ കമന്റ്സ് കൊടുക്കുന്നത്. അതല്ലാതെ മെഷീനിന് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ മെഷീനിന് ഈ കമന്റ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാര്യം നമ്മളിപ്പോ കമന്റ്സ് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് പെട്ടെന്ന് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തോന്നില്ലേ. ഇത് യൂസർ എഴുതുന്ന ആൾക്ക് അല്ലെങ്കിൽ പിന്നെ വേറൊരാൾ ഈ പ്രോഗ്രാം യൂസ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഇത് എന്താണ്, എന്തിന്റെ പ്രോഗ്രാം ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമന്റ്സ് കൊടുക്കുന്നത്. പ്രോഗ്രാമിൽ കമന്റ്സ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ ഒരു പ്രോഗ്രാം ഒരു ബിഗിനർ സ്ഥിതിക്ക് നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ എപ്പോഴും കമന്റ്സ് ഇട്ട് തന്നെ എഴുതി തുടങ്ങാം. ഓക്കെ, ഇൻക്ലൂഡ് stdio.h. ഓക്കെ, നമ്മൾ ഇനി ഈ രണ്ടാമത്തെ ഈ ലൈൻ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പ്രോഗ്രാമില് നമ്മളുടെ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്തായിരിക്കും പ്രിന്റർ, സ്കാനർ, ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഫംഗ്ഷൻസ് ആണ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്.
അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആയിരിക്കും ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. അതുപോലെ തന്നെ ഇൻപുട്ട് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കീബോർഡ് വഴി അല്ലെങ്കിൽ യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഫംഗ്ഷൻസ് ആണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് ഇൻപുട്ട് ഫംഗ്ഷൻസ്. അത്തരത്തിൽ ഏതെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് നമ്മളുടെ മെയിൻ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ നമ്മൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്യിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ഒരു പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് ആണ്. പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് എന്താണെന്നൊക്കെ ഉള്ളത് ഇനിയുള്ള വീഡിയോസിൽ പറയും. പിന്നെ ഈ stdio.h എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആ ഫംഗ്ഷനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഫംഗ്ഷൻ ആണെങ്കിലും വേരിയബിൾ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ അതിനെ ഡിക്ലെയർ ചെയ്തിരിക്കണം. അപ്പൊ നമ്മളുടെ ഇതാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം. മെയിൻ പ്രോഗ്രാമിനകത്ത് നമ്മൾ printf എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ എന്താണ് യൂസ് ചെയ്തേക്കുക. printf എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തോ പാസ് ചെയ്തിട്ടേക്കും. അപ്പൊ അതിന്റെ അകത്ത് നമ്മളിവിടെ printf എന്ന് പറയുന്ന ഫംഗ്ഷനെ യൂസ് ചെയ്തേക്കും. അപ്പൊ printf എന്ന് പറയുന്ന ഫംഗ്ഷനെ യൂസ് ചെയ്തു. ഇവിടെ നോക്കുമ്പോൾ printf എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ ഒന്നുമില്ല. ഈ ഡിക്ലറേഷൻ കിടക്കുന്നത് ഈ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് printfന്റെ ഡിക്ലറേഷൻ കിടക്കുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുന്നത്. ഈ ഹാഷ് ഇൻക്ലൂഡ് stdio.h സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അതിന്റെ അർത്ഥം നമ്മളുടെ പ്രോഗ്രാമില് ഈ സ്റ്റേറ്റ്മെന്റ് എവിടെയാണോ കിടക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റിലേക്ക് ഈ stdio.h പറയുന്ന ഫയലിലെ എല്ലാ കണ്ടന്റും റീപ്ലേസ് ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റിന് പകരം നമ്മുടെ stdio.hലുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും ഇവിടെ വന്ന് കിടക്കും. അപ്പൊ അതിലെന്താണ്? printfന്റെ ഡിക്ലറേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എറർ ഒന്നും വരത്തില്ല. കാരണം ഇവിടെ printfനെ യൂസ് ചെയ്തു. അപ്പൊ അതിന്റെ ഡിക്ലറേഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ മുകളിൽ അതിന്റെ ഡിക്ലറേഷൻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ എന്തിനാണ് stdio.h ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. കാരണം ഇതിനകത്താണ് ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയലിനകത്താണ് നമ്മളുടെ ഈ printfന്റെയും ഇപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം മനസ്സിലായി. അപ്പൊ ഈ printf എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ കിടക്കുന്നത് ഈ ഫയലിനകത്താണ്. അപ്പൊ നമുക്ക് ഈ ഫയലിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ printf എന്ന് പറയുന്ന ഫംഗ്ഷനെ ജസ്റ്റ് യൂസ് മാത്രം ചെയ്താൽ നമുക്ക് എറർ കാണിക്കും. അപ്പൊ അത്തരത്തിലുള്ള എറർ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നതിന് മുന്നേ അതിനെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വേണം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നത് ഈ stdio.h എന്ന് പറയുന്ന ഫയലിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ ആള്. നമ്മുടെ സിയിലെ മെയിൻ ആളാണ് നമ്മുടെ ഈ മെയിൻ ഫംഗ്ഷൻ. കാരണം നമ്മുടെ സി പ്രോഗ്രാം ഫയല് ഫസ്റ്റ് റൺ ചെയ്യുന്നത് ഈ മെയിൻ തൊട്ടിട്ടായിരിക്കും. ഇവിടെ മെയിൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ഇവിടെ നമ്മൾ ഈ കാണുന്നത് എന്ന് പറയുന്നത് ഈ മെയിൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ്. നമ്മളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുമ്പോൾ, ഒരു ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ ആ ഫംഗ്ഷന്റെ നെയിം എഴുതണം. അതിന് മുന്നേ ഫംഗ്ഷന്റെ നെയിം എഴുതുന്നതിന് മുന്നേ ആ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ആ ഒരു ടാസ്ക് ചെയ്തതിനു ശേഷം നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് റിട്ടേൺ തരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ ടൈപ്പ് കൂടി നമ്മൾ എഴുതണം. അതാണ് ഇവിടെ റിട്ടേൺ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഫംഗ്ഷന്റെ നെയിം എന്താണെന്ന് വെച്ചാൽ എഴുതണം. ഇവിടെ നമ്മുടെ ഫംഗ്ഷന്റെ നെയിം എന്ന് പറയുന്നത് മെയിൻ ആണ്. പിന്നെ നമുക്ക് ഈ ഫംഗ്ഷന് പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വാല്യൂസ് അങ്ങോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പാരാന്തസിന് അകത്ത് എഴുതണം. പിന്നെ നമ്മളുടെ ഈ ഫംഗ്ഷൻ ഡെഫിനിഷന്റെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് കാണിക്കാൻ ലെഫ്റ്റ് ബ്രേസ് ഓപ്പൺ ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടുന്ന കമാൻഡ്സ് എഴുതുക. എന്നിട്ട് അത് ഫംഗ്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ റൈറ്റ് ബ്രേസ് കൊണ്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇതാണ് ഒരു നോർമൽ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷന്റെ സിന്റാക്സ്. അപ്പൊ നമ്മളുടെ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ആണ് എഴുതിയിരിക്കുന്നത്. കാര്യം സി പ്രോഗ്രാം റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും. അപ്പം സി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ നേരം ആദ്യം ഈ മെയിൻ ഫംഗ്ഷനിലേക്കായിരിക്കും വരുന്നത് കോള്. അപ്പം മെയിനിന് നമ്മൾ ഇവിടെ ഇപ്പൊ വോയിഡ് ആണ് കൊടുത്തിരിക്കുന്നത്. വോയിഡ് റിട്ടേൺ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒന്നും റിട്ടേൺ ചെയ്യാൻ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ഫംഗ്ഷനെ പറ്റിയിട്ട് ഇപ്പൊ ഭയങ്കര ബോധേഡ് ആവണ്ട, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വോയിഡ് മെയിൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഫംഗ്ഷൻ മെയിൻ ആണ്. അതിന്റെ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ് നമ്മളിപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്ന് കൊടുത്തത് കൊണ്ടിട്ട് എന്താണ്, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, മെയിൻ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്റ് കൊടുക്കാം, അത് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇന്റ് കൊടുക്കുമ്പോൾ നമ്മളിവിടെ
എന്തെങ്കിലും റിട്ടേൺ ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഈ പാരാന്തസിസിൽ നമുക്ക് മെയിൻ ഫംഗ്ഷൻ എന്തെങ്കിലും പാസ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പൊ നമ്മളൊന്നും പാസ് ചെയ്യുന്നില്ല, അതുകൊണ്ടിട്ട് നമ്മൾ അതിനകത്ത് ഒന്നും ഇട്ടില്ല. പിന്നെ നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫംഗ്ഷനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു കമാൻഡ് എന്താണ്? printf എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹലോ വേൾഡ് കൊടുത്തേക്കുക. ഈ printf എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ്. ഇതൊരു ലൈബ്രറി ഫംഗ്ഷൻ ആണ്. ഓക്കെ, ലൈബ്രറി ഫംഗ്ഷൻ ആണ്. അത് ഓൾറെഡി നമ്മുടെ സി ലൈബ്രറിയിൽ ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഇതെന്താണ്, ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. നമ്മളിപ്പോ printf എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ നമ്മൾ ശരിക്കും printf എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡേറ്റ ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് വിടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ് ചെയ്ത് വിടും. നമ്മൾ പറഞ്ഞ printf എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ എന്തോ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഫംഗ്ഷൻ ആണ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ printfലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഡേറ്റ പാസ് ചെയ്ത് വിട്ടാൽ ആ പാസ് ചെയ്ത് വിടുന്ന ഡേറ്റ എന്താണ് അതിന് നമ്മളുടെ സ്ക്രീനിൽ നമ്മുടെ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഞാനിപ്പോ ഇവിടെ ഹായ് എന്നായിരുന്നു ഇട്ടുന്നുണ്ടെങ്കിൽ ഹായ് എന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതാണ് printf ഫംഗ്ഷന്റെ ജോലി. ഓക്കെ, അപ്പൊ നമുക്ക് പാസ് ചെയ്ത് വിടേണ്ട ഡേറ്റ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ കോട്ട്സിൽ നമ്മൾ എന്ത് പാസ് ചെയ്ത് വിടുന്നോ അതായിരിക്കും നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണേ. അങ്ങനെ നമ്മൾ ഡബിൾ കോട്ട്സിൽ എഴുതുന്ന ഡേറ്റ നമ്മൾ സ്ട്രിംഗ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കമാൻഡ്സ് എഴുതി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എഴുതുന്ന ഈ ഓരോ കമാൻഡ്സിന് ഇപ്പൊ നമുക്ക് ഇവിടെ ആകെ ഒരു ലൈനിൽ ഒരു കമാൻഡ് എഴുതിയിട്ടുള്ളൂ. എന്തോ സാധനം നമ്മുടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഫംഗ്ഷനകത്ത് നമ്മുടെ ഈ ഓരോ കമാൻഡിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി കുറെ കമാൻഡ്സ് പറഞ്ഞു കൊടുക്കും. അതിനെ തന്നെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ആദ്യം നമ്മുടെ പ്രോഗ്രാം നമ്മൾ കമ്പൈലറിനായിരിക്കും കൊടുക്കുന്നത്. കമ്പൈലർ അപ്പൊ ഇത് കൺവേർട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കമ്പൈലറിന് ഓരോ സ്റ്റേറ്റ്മെന്റും എൻഡ് ആയി കാണിക്കാൻ വേണ്ടിട്ട് ഒരു സിമ്പിൾ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സെമികോളൻ യൂസ് ചെയ്യുന്നത്. സെമികോളൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്റർ എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്റർ. ഇപ്പൊ നമ്മൾ ഒരു എഴുതുന്നത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യത്തില്ല. നമ്മൾ ഫുൾ സ്റ്റോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ ഒരു സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് തീർന്നു കാണിക്കാൻ വേണ്ടിട്ട്. അതുപോലെ തന്നെ നമുക്ക് കമ്പൈലറിനെ അറിയിക്കണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തീർന്നു കമ്പൈലറിനെ അറിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സി പ്രോഗ്രാമിൽ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് കഴിയുമ്പോഴും സെമികോളൻ ഇടുന്നത്. ഇതെന്ന് പറയുന്നത് സി പ്രോഗ്രാമിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എറർ ഉണ്ടാവും. കാര്യം സെമികോളൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്റർ ആണ്. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പൈലറിന് ആ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് തീർന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പറഞ്ഞു ഫംഗ്ഷന്റെ ബോഡി നമ്മൾ ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്തു. ഇനി ഇതാണ് ഒരു സിമ്പിൾ ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം. ഇനി നമുക്ക് ഇത് റൺ ചെയ്യണം. നമ്മളിപ്പോ ഈ hello.c എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളത് സേവ് ചെയ്തു. ഈ പ്രോഗ്രാം എഴുതി നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്കെന്ന് പറയുന്നത് ഇത് റൺ ചെയ്ത് നമുക്ക് ഈ ഔട്ട്പുട്ട് കാണാം. നമ്മളുടെ മോണിറ്ററിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കണം. പക്ഷെ നമ്മൾ ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് സി ലാംഗ്വേജിലാണ്. ഓക്കെ, സി ലാംഗ്വേജിലാണ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. നമുക്കിത് റൺ ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മുടെ മെഷീനിലാണ്. നമ്മുടെ മെഷീനിലാണ് നമുക്ക് റൺ ചെയ്യേണ്ടത്. പക്ഷെ മെഷീനിന് ആകെ അറിയാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ കോഡാണ്. മെഷീൻ കോഡാണ് മെഷീനിന് ആകെ അറിയാവുന്ന ലാംഗ്വേജ്. മെഷീൻ കോഡ് എന്ന് പറഞ്ഞാൽ ബൈനറി ആകെ സീറോസും വൺസും മാത്രമേ മെഷീനിന് അറിയത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സി ലാംഗ്വേജിൽ എഴുതിയ കോഡിനെ മെഷീൻ കോഡ് ആക്കി മാറ്റണം, കൺവേർട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് കമ്പൈലർ. അപ്പൊ കമ്പൈലറിന്റെ ഫംഗ്ഷനാലിറ്റിയാണ് ഈ സി ലാംഗ്വേജിൽ എഴുതിയിട്ട് നമ്മുടെ കോഡിനെ മെഷീൻ കോഡ് ആക്കി മെഷീനിന് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്ക്രീനിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, അപ്പൊ നമുക്ക് ഈ നമ്മുടെ hello.c എന്ന് പറയുന്ന പ്രോഗ്രാമിനെ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, കമ്പൈൽ ചെയ്ത് മാറ്റണം, മെഷീൻ കോഡ് ആക്കണം, എന്നിട്ട് വേണം നമുക്ക് അതിനെ റൺ ചെയ്യാൻ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ GCC hello.c എന്ന് പറഞ്ഞ് എഴുതുന്നത്. GCC എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് കൊടുക്കണം. അപ്പൊ നമ്മൾ GCC നമ്മുടെ ഫയൽ നെയിം എന്താണോ കൊടുത്തു കഴിയുമ്പോൾ, GCC ഫയൽ നെയിം .c എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ മെഷീൻ കോഡ് കിട്ടും. മെഷീൻ കോഡ് കിട്ടും. ഓക്കെ, ഇനി വേണം ഈ മെഷീൻ കോഡിന് വേണം, ഈ മെഷീൻ കോഡ് നമ്മുടെ a.out എന്ന് പറഞ്ഞിട്ടൊരു ഫയലിനകത്തായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ hello.c എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം കമ്പൈലറിന് കൊടുക്കും. കമ്പൈലർ അതിന്റെയും a.out എന്ന് പറഞ്ഞിട്ടുള്ള മെഷീൻ കോഡ് ആക്കി തരും. ഇനി നമുക്ക് ഈ a.out എന്ന് പറയുന്ന മെഷീൻ കോഡിനെ റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ക്രീനിൽ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഈ a.out ഫയലിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ആണ് .a.out. നമ്മൾ / നമ്മളുടെ ഫയൽ നെയിം a.out എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് നമുക്ക് സമ്മറൈസ് ചെയ്ത് പറയാം. നമ്മുടെ C പ്രോഗ്രാം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ടും ഫംഗ്ഷൻസും വേരിയബിൾസും ആയിരിക്കും കാണുന്നത്. ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ കുറേയുള്ള സെറ്റ് ഓഫ് കമാൻഡ്സ് ആയിരിക്കും ഫംഗ്ഷൻസ്. വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് വാല്യൂസ്, ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾസിനെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫംഗ്ഷൻസ് ആണെങ്കിലും വേരിയബിൾസ് ആണെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ ഡിക്ലെയർ ചെയ്യേണ്ടത് മസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഹലോ വേൾഡ് പ്രോഗ്രാം എടുത്തപ്പോൾ നമ്മൾ അതിൽ ആദ്യം കമന്റ്സ് കണ്ടു. കമന്റ്സ് ആക്ച്വലി നമ്മുടെ യൂസറിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ, കോഡ് എന്തിനുള്ളതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമന്റ്സ് യൂസ് ചെയ്തത്. അത് എക്സിക്യൂഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അത് യൂസറിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സിയിൽ 2 കമന്റ്സ് ഉണ്ട്, സിംഗിൾ ലൈനും മൾട്ടി ലൈനും. പിന്നെ നമ്മൾ കണ്ട അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് #include std.io.h ആണ്. ഇതിൽ std.io.h എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ ആണ്. ഇതിലാണ് നമ്മളുടെ C ലൈബ്രറി ഫംഗ്ഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറി ഫംഗ്ഷൻസ് ആയ printf, scanf, അതിന്റെ എല്ലാ ഫംഗ്ഷന്റെയും ഡിക്ലറേഷൻ കിടക്കുന്നത്. സോ നമ്മള് printf, scanf അതുപോലത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് നമ്മളുടെ മെയിനിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ അതിന്റെയൊക്കെ ഡിക്ലറേഷൻ കിടക്കുന്ന ഈ ഫയലിനെ നമ്മൾ C പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് മസ്റ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് അപ്പൊ ഈ ഫയലിനെ നമ്മുടെ C പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ #include std.io.h എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. ഓക്കെ, ഇനിയുള്ളതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്താണ് നമുക്ക് ചെയ്യേണ്ട മെയിൻ ടാസ്ക് മൊത്തം നമ്മൾ എഴുതി കൊടുക്കുന്നത്. നമ്മുടെ C പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്നത് തന്നെ മെയിൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. അതിലാണ് നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ആ മെയിൻ ഫംഗ്ഷനകത്തുള്ള ആ ഓരോ കമാൻഡ്സ് നമ്മൾ പറഞ്ഞു. മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അപ്പൊ അത് എന്തൊക്കെയോ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നത്. അപ്പൊ ആ ഓരോ കമാൻഡ്സിന് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എന്നായിരിക്കും പറയുന്നത്. ഓരോ സ്റ്റേറ്റ്മെന്റ്സും എൻഡ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്റർ വേണം. നമ്മൾ C പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് സെമി കോളൻ ആണ്. നമ്മൾ മസ്റ്റ് ആയിട്ടും ഓരോ സ്റ്റേറ്റ്മെന്റും കഴിയുമ്പോൾ നമ്മൾ സെമി കോളൻ മസ്റ്റ് ആയിട്ടും കൊടുക്കണം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്. അത് മെഷീനിന് മനസ്സിലാക്കില്ല, മെഷീനിന് ആകെ അറിയാവുന്നത് ബൈനറി ആണ്. അതുകൊണ്ട് നമ്മുടെ C പ്രോഗ്രാമിംഗ് കോഡിനെ എന്ത് ചെയ്യണം, മെഷീൻ കോഡാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പൈലറിനെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ C പ്രോഗ്രാമിനെ ഫസ്റ്റ് കമ്പൈൽ ചെയ്യുന്നത്. GCC filename.c എന്ന് പറഞ്ഞ് നമ്മൾ കമ്പൈൽ ചെയ്ത് നമുക്ക് മെഷീൻ കോഡ് കിട്ടും. എന്നിട്ടാണ് നമ്മൾ ആ മെഷീൻ കോഡിനെ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ എന്ത് ടാസ്ക് ആണോ പറഞ്ഞിരുന്നത് ആ ടാസ്കിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നിങ്ങൾക്ക് സീന്റെ ഒരു ഏകദേശം ഒരു ഇത്തിരിയെങ്കിലും, ഏകദേശം പറഞ്ഞില്ല, ഇത്തിരിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത് നിങ്ങളുടെ ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് വീഡിയോ ആണ്. സോ നമുക്ക് അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും കത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയ കാര്യമാണ്. നമ്മൾ ഇനി അങ്ങോട്ട് ഇതിൽ ഫംഗ്ഷൻസ് എന്താ, വേരിയബിൾസ് എന്താ, ഇനി കമന്റ്സ് ഡീറ്റെയിൽഡ് ആയിട്ട്, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട്, മെയിൻ അതിന്റെ റിട്ടേൺ ടൈപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ച് ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ മെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആക്കി ഇടാം. ഞാൻ എനിക്ക് കഴിയുമ്പോൾ ഞാൻ ആൻസർ തരാം.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.